ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജാൻ ബേബി ഇല്ല, അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു 2 ബാഗിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ബാഗ് ഇതായിരുന്നു എൻ്റെ ബാഗ്. ഇതാണ് ഞാൻ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗ്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ബാഗൊന്നുമല്ല. എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് ഫ്രീ കിട്ടിയതാണ്. അപ്പം ഇപ്പോൾ ബേബിയൊക്കെ ആയപ്പോൾ എനിക്കിതിൽ എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് എന്തോ പോലെ ഇങ്ങനെ സിബൊന്നും അടക്കാൻ പറ്റില്ല, തുറന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും വേറൊരു ബാഗ് വാങ്ങിക്കാം. അങ്ങനെ ഓസിന് കിട്ടിയതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. അങ്ങനെ ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ബേബിയുടെ ഡയപ്പറും വൈപ്സും ടർക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ലാർജ് സൈസ് ബാഗ് കിട്ടുമെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ആമസോണിൽ നിന്ന് ഒരു ബാഗ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബാഗ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ആ ബാഗ് എനിക്ക് ഒരു ലാർജ് സൈസാണത്. പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ ബാഗ്. ഇതിൻ്റെ വില കിട്ടപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല. കാരണം ഈ 2000 രൂപ മുടക്കിയിട്ട് എനിക്കൊരു ബാഗ് കൊണ്ടു നടക്കാനായിട്ട് ആരെങ്കിലും വാങ്ങിച്ചെന്നാൽ കുഴപ്പമില്ലായിരുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി അത് മേടിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് വിഷ് ലിസ്റ്റിലിട്ടിട്ട് ഓഫർ എന്തെങ്കിലും വരുവാണെങ്കിൽ വാങ്ങാമല്ലോ എന്ന് ഓർത്ത് വിഷ് ലിസ്റ്റിലിട്ടു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ തന്നെ ഞാൻ ആ ബാഗ് ഷെയർ ചെയ്ത് കൊടുത്തു. എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ സ്വന്തമാക്കി ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. വലിയൊരു ബാഗ്. ഞാനിങ്ങനെ തോന്നിട്ട വലിയൊരു ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കനം തന്നെ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള കനമുണ്ട്. ഇതിങ്ങനെ പിടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള ആളുകളെ തട്ടിയും മുട്ടിയും ഒക്കെ പോകും. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ എനിക്ക് സംഭവിച്ചത് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകളുടെ മേത്തൊക്കെ തട്ടി മുട്ടിയൊക്കെയാണ് ഞാൻ പോയത്. ഇത്ര വലിയ ബാഗാണ്. പിന്നെ എൻ്റെ ഇത് ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ കുത്തിറച്ച് കൊണ്ട് പോയത് ബേബിയുടെ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഷോൾഡർ പെയിൻ ആയി. എനിക്ക് ഷോൾഡർ പെയിനും വന്നു. പിന്നെ ഇനി ബാഗ് മാറാനായിട്ട് ഹസ്ബൻഡിനോട് പറയാനും പറ്റത്തില്ല. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇതിനിങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാനായിട്ട് നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ഫുഡൊക്കെ സ്റ്റോർ കണ്ടോ. ഇത് ഫുഡിൻ്റെ ചൂടൊന്നും പോകാതെ അടിപൊളിയായിട്ട് ഫുഡ് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേറെ സെപ്പറേറ്റ് ഇപ്പോൾ ഫുഡ് എന്തെങ്കിലും മറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഉള്ളിലെ സ്പേസിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കേടുപാടുകളൊന്നും സംഭവിക്കുന്നതല്ല. ഇതാണ് ഉള്ളിൽ ഒരു വലിയൊരു സംഭവം. പിന്നെ ഇവിടെ ഒരു ലാപ്പ് കൊണ്ടുപോകാട്ടുണ്ട്. ലാപ്പ് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അകത്തൊരു ഇത് സീക്രട്ട് ചേമ്പറില്ലേ, എല്ലാ ബാഗിനുമുള്ള സീക്രട്ട് ചേമ്പർ, ആ സാധനമുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ബാഗ്. പിന്നെ ഇവിടെ ഒരു ഫോൺ വയ്ക്കാം. ഫോൺ വയ്ക്കാം. അത്രേ ഉള്ളൂ. വലിയൊരു സൈസിലുള്ളൊരു ബാഗ്. അപ്പോൾ ഈ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ തോളിൻ്റെ കാര്യത്തൊരു തീരുമാനമാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ കയറി വേറൊരു ബാഗ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത്രയും കാശ് മുടക്കി ബാഗ് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തൊരു ബാഗ് കണ്ടുപിടിച്ചു. 400 സംതിങ് ഉള്ളൊരു ബാഗ്. ആ ബാഗ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ആരും അറിയാതെ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയും ചെയ്തു, ഹസ്ബൻഡിൻ്റെ അനുവാദമില്ലാതെ. ആ ബാഗാണ് ഈ ബാഗ്. ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. ഇതിൻ്റെ കളറും ഈ ഒരു സെറ്റപ്പും പിന്നെ ഇതിന് ഒരു വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതാണ് വലിയ മുറി.
ഇതിൽ ഒരു വലിയ മുറിയുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കോയിൻസും ക്യാഷൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പോക്കറ്റുണ്ട്. പിന്നെ വേറൊരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇത് ഇവിടെ ഉണ്ട്. ഇപ്പം 3 എണ്ണമായില്ലേ, 3 എണ്ണം കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. പുറത്തൊരെണ്ണമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റും പിന്നെ 1, 2, 3, 4 ചെറിയ സംഭവങ്ങളും പിന്നെ അകത്തൊരു പോക്കറ്റ്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്കാണ് സാധനം. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൽ മറ്റേ കോയിനൊക്കെ ഇട്ട് വരുന്ന ചെറിയൊരു സംഭവമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. വാങ്ങിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം കണ്ടോ, ഇത് വാട്ടർ ബോട്ടിലോ കുടയോ ഒക്കെ വയ്ക്കാം. ഇത്രയും കൈ കയറും എൻ്റെ, കണ്ടില്ലേ, ഇത്രയും കൈ കയറും. നല്ല അടിപൊളി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ 400 something രൂപ. അത് മാത്രമല്ല ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ്. പക്ഷെ ഇതിന് വലിയ റേറ്റിംഗ് ഒന്നുമില്ല. ഞാനിപ്പോൾ സംശയിച്ചാണ് എടുത്തത്. റേറ്റിംഗ് ഇല്ലാത്തൊക്കെ എടുത്ത് പണി കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാവരും കാണട്ടെ. ഇതെല്ലാവരും ഇതിന് റേറ്റിംഗ് ഇല്ലാതെ കിടക്കുന്ന ഒരു ബാഗാണെങ്കിൽ ലൈറ്റ് വെയിറ്റ്, ഒട്ടും വെയിറ്റ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് ഞാൻ നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ 2000 സംതിങ്ങിൻ്റെ ബാഗിനേക്കാൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു ബാഗാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ കുറഞ്ഞ കാശിന് ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജാനിക്കുട്ടിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.